ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചിന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങി സ്ഥലം എത്താറായി. അപ്പം കണ്ടുകാണല്ലോ, കുമ്പളങ്ങി ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് കുമ്പളങ്ങിയിലുള്ള ബോച്ചെ ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ചിന്ന ഐലൻഡിലേക്കാണ്. അവിടെ ക്ലബ് ഓക്സിൻ്റെ ഒരു ചിന്ന റിസോർട്ട് ഈ അടുത്ത കാലത്ത് ലൈവായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടൈമായിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് പോകാനുള്ള ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ, റൂമിൻ്റെ അവൈലബിലിറ്റി എല്ലാം കിട്ടിയത്. അപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ മെല്ലെ നമ്മുടെ ലക്ഷ്യത്തിനടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് ഇടുങ്ങിയ വഴി, പക്ഷെ നല്ല വഴിയാണ് കേട്ടോ. എതിരെ വണ്ടി വന്നാൽ അങ്ങനെ പെടില്ല, സൈഡ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. എന്നാലും വലിയ വണ്ടിയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് പെടും. സൈഡിൽ വണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ രമണീയമായ സ്ഥലം. അത് ശരിക്കും കൊച്ചി ടൗൺ ഏരിയ എന്ന് പറഞ്ഞ പോലെ ഒരു 25 കിലോമീറ്ററേ ഉള്ളൂ ഡിസ്റ്റൻസ്. പക്ഷെ നമുക്കൊരു വേറൊരു വൈബാണ് കുമ്പളങ്ങി. മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനാണ് കുമ്പളങ്ങി. എന്തായാലും ഒരു മിനിമം 2 ദിവസം പോയി സ്റ്റേ അടിക്കണം. പോയി വന്നിട്ട് കാര്യമില്ല, സ്റ്റേ അടിക്കണം. രാത്രിയിലാണ് അതിൻ്റെ ഒരു വൈബ് വരുന്നത്. എന്തായാലും നമ്മൾ സ്റ്റേ അടിക്കാനുള്ള പ്ലാനിലാണ്. നമ്മളിപ്പോൾ 2 ദിവസം പ്ലാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം റൂം പറഞ്ഞു. പക്ഷേ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് റിട്ടേൺ പോകേണ്ട ഒരു അവസ്ഥയാണ്. വേറെ ഒരു ചിന്ന പരിപാടി ഒന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാത്രി സ്റ്റേ അടിക്കണം. അതുപോലെ ഇവിടെ നമ്മളുടെ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയിൽ കണ്ട പോലെ വാട്ടർ ചേഞ്ച് ആവുന്നൊരു സീസണുണ്ട്. അത് എപ്പോഴും ഇല്ല, നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച സമയമുള്ളൂ. നമ്മളിവിടെ ഉള്ളൊരു ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് കാണാൻ ഒന്നുകൂടെ വരണം. അതിപ്പോൾ ഇല്ല, ഈ ഒരു ടൈമിലില്ല. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൂടെ വരണം. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നത് ഒരു ആൽഗെ മൂവ്മെൻ്റ് ആണെന്നാണ് പറയണേ. എന്താണെന്ന് എക്സാക്ട്ലി അറിയില്ല. സെയിം അതുപോലെ തന്നെ കടലിലും വെള്ളം ചേഞ്ച് വരുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അടുത്തെത്തി. ടൗണിൽ നിന്നൊരു 25 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ എടപ്പള്ളി എന്ന് പറയുകയാണെങ്കിൽ 25 കിലോമീറ്റർ കൊണ്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് വഴി പ്രശ്നമാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയും ഒക്കെ ഉണ്ട്. പക്ഷെ റോഡൊന്നുകൊണ്ടൊന്ന് ലെവലാക്കിയാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ തികച്ചും ഒരു ഐലൻഡ് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ വേണ്ടി ഒരു വഴി സെറ്റ് ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 4 സൈഡിലും വെള്ളമെന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോപ്പർട്ടിയിലേക്ക് മാത്രമുള്ള വഴിയായത്. അവരുടെ പ്രൈവറ്റ് റോഡാണ്. ആ പ്രോപ്പർട്ടി അല്ല വേറെ ഈ റോഡിൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മെല്ലെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എത്തി. അതിൻ്റെ ഗേറ്റിനോട് എത്തിച്ച് ഇവിടെ സെക്യൂരിറ്റി ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അകത്ത് സെക്യൂരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലൈവ് അല്ലായിരുന്നു. ഈ വട്ടം എന്തായാലും ലൈവായിട്ടുണ്ട്. സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. ഒരു മിന്നായം പോലെ കാണാം. കറക്റ്റ് ഒരു 4 വീലർ മോഡൽ. ഇവനൊരു 2 വീലർ കഷ്ടിച്ച് കടന്നു പോകുന്നേ ഉള്ളൂ. 2 സൈഡിലും തെങ്ങും കവുങ്ങും അങ്ങനെ ഫുൾ പ്രകൃതി രമണീയമായ ഒരു റൂട്ടാണ്. കുറച്ച് ജലദോഷമായിട്ടുണ്ട്. എന്താവും എന്നറിയില്ല സ്റ്റേയും കൂടെ കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. സെക്യൂരിറ്റി എന്തായാലും അവിടെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയെ കണ്ട് നമുക്ക് എന്തായാലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഗേറ്റൊക്കെ കൊള്ളാം. ഒരു കെട്ടുവെള്ളമൊക്കെ എടുത്ത് അവർ പടിപ്പുരയുടെ മണ്ടയ്ക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടുവെള്ളമല്ല, ഹൗസ് ബോട്ടാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു എൻട്രിയാണ്. രസമുണ്ട്. സെക്യൂരിറ്റി ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോച്ചെ ഐലൻഡിൽ എത്തിച്ചേർന്നു. നല്ലൊരു ആംബിയൻസ് വ്യൂ എന്ന് തന്നെ പറയാം. വളരെ നല്ലൊരു ആംബിയൻസ് വ്യൂ ആണ്. ഒരു ഒഴുകി നടക്കുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹൗസ് ബോട്ടിൻ്റെ ലുക്കിലുള്ള ഒരു റൂമാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും നല്ല നട്ടുച്ച, നല്ല വെയിലാണെങ്കിൽ പോലും നമ്മൾ ബീച്ച് സൈഡിൽ നിൽക്കുന്ന പോലെ വെയിൽ അറിയുന്നില്ല. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ ഒരു കാറ്റിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. ക്യാമറ സർവൈലൻസും സെക്യൂരിറ്റി മെഷർമെൻറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും വെളിയിലത്തെ വ്യൂസ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. തൽക്കാലം നമുക്ക് റൂമിനകത്തേക്കൊന്ന് നോക്കാം. നമുക്ക് 101 ആണ് അലോട്ടായിരിക്കണേ. മേക്ക് മൈ റൂം. ഇവിടെ നമുക്ക് കോളിംഗ് ബെൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതാണോ ചീക്കുവിൻ്റെ റൂം? ചീക്കുവിൻ്റെ റൂമാണോ? നമ്മൾ കയറി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം കാണാൻ പറ്റും. ബെഡ്റൂം ശരിക്കും അണ്ടർ വാട്ടർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അത്രയും നമുക്ക് വെള്ളം കയറി നിൽക്കുന്നില്ല. എന്നാൽ പോലും വളരെ ആംബിയൻസ് ആയിട്ട് ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബോക്സിനകത്തൊന്നും ഇല്ല. നമ്മൾ തന്നെ ഗിഫ്റ്റ് ഇട്ടിട്ട് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകുന്ന ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ അത് അക്വേറിയത്തിൽ ഇടാൻ വേണ്ടി കല്ലൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഗ്ലാസ് പൊട്ടിച്ചെടുക്കാം. അതിന് കോസ്റ്റ് അവർ പറയാം, കോസ്റ്റ് അടയ്ക്കണം. ഇത് പൊന്നൂസാണ്. ക്യാമറയ്ക്കകത്ത് എങ്ങനെ കുത്തി കയറാൻ വേണ്ടി അവിടെ നോക്കിക്കുന്നുണ്ടാണ്. വളരെ ഫാൻസി ലൈറ്റ്സ്, അതായത് കച്ചിയിൽ കെട്ടിയ ഗോളങ്ങൾ അതൊക്കെ ഉണ്ട്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ലെവലൊന്നും അറിയാനായിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർട്ടൻ റേസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലെവല് കുറവാണ്. ലെവല് കൂടി കഴിയുമ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ വെളിയിൽ കൊടുക്കുക മീൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സീനറി കിട്ടാത്തത്. വെള്ളം കൂടുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ ലെവൽ വരെ വെള്ളം വരുന്നതാണ്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സ്ലൈഡിങ് ഡോറാണ്. നമ്മൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാം. ഒരു ബേസിക് ഒരു 5 സ്റ്റാർ ലക്ഷൂറിയസ് റൂമിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ടാവും. അതായത് നമ്മൾ ഇതിന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല നമ്മളൊരു ഫ്ലോട്ടിംഗ് വില്ലയിലാണ് നിൽക്കുന്നതാണ്. ഒരു ഹോട്ടൽ ആംബിയൻസിനാണ്. ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൻ ഷവറാണ്. റെയിൻ ഷവർ ഒന്ന് നോക്കിയിട്ട് വർക്ക് ചെയ്യണം. അതെ, ഹാൻഡ് പോക്കറ്റ് ഉണ്ട്. ഇങ്ങനെ ജോലിയൊക്കെ വെള്ളത്തിലല്ലോ എന്നറിയാം. ബാത്റൂം പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി കയറിയപ്പോൾ ചില ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ബാത്റൂം നമ്മൾ വരുമ്പോൾ തന്നെ ആരോ നമ്മുടെ കൂടുതൽ ഉദ്ഘാടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ വലിയ വലിയ കല്ലുകളുണ്ട് അക്വേറിയത്തിൽ ഇടാൻ പറ്റി. സ്വന്തം റിസ്കിൽ നമുക്ക് ഗ്ലാസ് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. കടലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കടൽ ജീവികളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു ടെലിവിഷൻ റൂമിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തല്ലിപ്പൊട്ടിക്കായിരുന്നാൽ ബില്ല് കൊടുക്കാതെ ഇറങ്ങാം. അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുവാണെങ്കിൽ നമ്മുടെ ലിവിങ് റൂം സെറ്റപ്പാണ്. ലിവിങ് റൂമിൽ നമുക്കൊരു മിനി ഫ്രിഡ്ജ്, ജാംബോൻ്റെ കാലത്ത് പഴക്കമുണ്ടെന്ന് തോന്നുന്നു, എന്നാലും വേൾപൂളിൻ്റെ ഒരു തണുപ്പറിയിക്കുന്ന ഫ്രിഡ്ജ്, ടീ സെറ്റ്, ഗ്ലാസ്, ശുദ്ധമായ ജലം, പിന്നെ വെള്ളം ചൂടാക്കാനുള്ള കെറ്റിൽ, 2 സ്റ്റാർ ഫിഷുകളെ ഒറിജിനൽ സ്റ്റാർ ഫിഷുകളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കണ്ട, കൈ കണക്കുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോവുക. അതൊരു ലിവിങ് റൂമിലും ഒരു ടി വി സെറ്റ് ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. നമുക്കിപ്പം കിഡ്സിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ കിഡ്സിനെ ഇവിടെ നിന്ന് കാണാം, അഡൽസിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ അഡൽസിനെ അവിടെ നിന്ന് വാച്ച് ചെയ്യും. ആ ഒരു അടി ഒഴിവാക്കാം. 2 ടി വികളുണ്ട്. പിന്നെ എല്ലാം ഒരു സീഷെല്ലിൽ സ്റ്റഫ് ചെയ്ത കുറേ പിക്ചേഴ്സ് ഒറിജിനൽ സീഷെല്ലിലാണ്. അതുപോലെ ഇവിടെ പോട്ട്സ് വെച്ചിട്ടുണ്ട്, 3 പോട്ട്സ്. എനിക്ക് ചെടി ഇതുവരെ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല, ചെടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വർക്ക് ഓറിയൻറ്റഡ് കാര്യങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്പ് യൂസ് ചെയ്യുക, PC യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഒരു റൂമുണ്ട്. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സംഭവം, ഒരു സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി ഏരിയ, ദാറ്റ് ഈസ് ദ അട്രാക്ഷൻ ഓഫ് ദിസ് റൂം, കാണാൻ പറ്റും. ഈ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഹൗസ് ബോട്ടിൽ പോകുന്നൊരു ഫീലാണ്. അതായത് ഒരു കായൽ ആംബിയൻസ്, ഒരു ബാക്ക് വാട്ടർ ആംബിയൻസ് ആണ് ഇവിടെ. ഇപ്പോൾ വെയിലായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല. പക്ഷെ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വന്നിരുന്ന് 2 സ്മോളൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഫിഷിങ്ങിൻ്റെ സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചൂണ്ട തരാമെന്നാണ് പറഞ്ഞിരിക്കണേ. അത് വെച്ച് നമുക്ക് ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ റൂമിൻ്റെ. ബാക്കി കാര്യങ്ങൾ എന്താ നമ്മൾ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. അപ്പം നെക്സ്റ്റ് സാധനങ്ങളായിട്ട് വരുന്നിടം വരെ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ വൈകുന്നേരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ചെറിയൊരു സ്വിങ്ങിങ് ചെയറും 2 ടീ ടേബിൾ, 2 ചെയറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി വൈകുന്നേരം ആയിരിക്കും വരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത്രയ്ക്കൊരു ഇത് വന്നിട്ടില്ല, ചെറിയ ചൂടുണ്ട് വെയിലിന്. അപ്പോൾ എന്തായാലും ഉച്ച സമയത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റായിട്ട് ഇങ്ങോട്ടൊക്കെ വരാം. ഓക്കെ, കാണിച്ച് ചീക്കു ഇട്ടോ ഫസ്റ്റ്
ഇതിലേ കിട്ടി അല്ലേ? ഉരു വരുന്നില്ല ഏട്ടാ, പതുക്കെ പതുക്കെ പതുക്കെ. എങ്ങനെ ഉരു? ആ വിട്ട്. ഓക്കേ, കണ്ടോ ഞങ്ങൾക്ക് കിട്ടും മീനൊക്കെ. നോക്കട്ടെ നോക്കട്ടെ, കാണിച്ചേ കാണിച്ചേ കാണിച്ചേ. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ഒരു മീനെ പിടിച്ചിരിക്കുകയാണ്. മുള്ളും 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 മുള്ളു. ആ ഉണ്ടാകും. ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും വലിയ മീനാണ് ഞങ്ങൾ പിടിച്ചേക്കുന്നത്. കിട്ടിയാ? ശ്രമിക്കേട്ടാ, വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ചീക്കു തീറ്റ കൊടുക്കച്ചന്. ശരിയാ. ഏട്ടാ കൊച്ചിനും കൂടെ കൊടുക്കേട്ടാ ഒരെണ്ണം. ചീക്കു ചീക്കു ഒരു സെക്കൻഡ് അച്ഛപ്പ സെറ്റാക്കി തരും. ഇതാണ് നമ്മുടെ രാത്രി വ്യൂ റിസോർട്ടുണ്ട്. രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു സന്ധ്യ ടൈം ആവുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇരുട്ട് വീണിട്ടില്ല. ഇതിൽ ഫുള്ള് കരിമീനാണ്. നമ്മൾ കുറേ ഫിഷിംഗ് ഒക്കെ നടത്തിയായിരുന്നു. ഫിഷിംഗ് എടുത്തപ്പോൾ ഫുള്ള് കരിമീനും കാര്യങ്ങളൊക്കെയാണ്. കരിമീനും പിന്നെ അതുപോലെ തന്നെ കൊഞ്ചുണ്ട്. കൊഞ്ച് പക്ഷേ നമുക്ക് വലയിടണം. വലയിട്ടാലേ കിട്ടുള്ളൂ, നമുക്ക് ചൂണ്ടൽ കിട്ടില്ല. ചൂണ്ടൽ നമ്മൾ തന്നെ ഒരു 2-3 കിലോ കരിമീൻ പിടിച്ചു. പക്ഷേ ഇതെല്ലാം കൂടുതലും കുഞ്ഞ് കരിമീനുകളാണ് വരുന്നത്. അപ്പോൾ തീരെ കുഞ്ഞതിലേക്ക് നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ റിലീസ് ചെയ്തു. അല്ലാത്തതിനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. ഈ ഒരു വില്ലാസ് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാണ്. ഫ്ലോട്ടിങ് വേണമെങ്കിൽ പറയാം. ഒരു ഹാഫ് പോർഷൻ വാട്ടറിലാണ് നിൽക്കുന്നത്. ആ രീതിയിലാണ് വില്ലാസ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസും എല്ലാം നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ പ്രോപ്പർട്ടീസിലെല്ലാം ആൾക്കാർ നിൽക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വ്യൂ എത്ര ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല. എന്നാൽ പോലും ഇത് നല്ല ആംബിയൻസാണ്. ഇവിടെ ബോച്ചെ ഐലൻഡ്, കുമ്പളങ്ങി. രാത്രി ഫുൾ ഇരുട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ഒരു വ്യൂ വരും. നമ്മുടെ ഒരു സ്റ്റേയുടെ ഒരു ബാൽക്കണി ഏരിയ ഇങ്ങനെ വരുന്നത്. ബാൽക്കണി ഏരിയ നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ നമുക്കൊരു ചെറിയ ഡൈനിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. 2 ചെയറും ചെറിയൊരു ടേബിൾ, ഇതുപോലൊരു ദിവാൻ കോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോൾഡർ ദിവാൻ കോട്ട് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഇവിടെ ഒരാൾ ബാൽക്കണിയുടെ വെളി വന്ന് എത്തി നോക്കുന്നുണ്ട്. മമ്മിമോൾ സി വി റെഡി ആയി കഴിഞ്ഞിരിക്കും. ഏത് സമയം ഫുഡ് അടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിൽക്കുക കണ്ടറിയാം. ഒരു മുതലേ പൊരിച്ചു കൊടുത്താൽ ഇപ്പം കഴിച്ചോളൂ. മുതൽ ഫ്രൈ പറഞ്ഞോടി ഓർഡർ ആണോ? ചീങ്കണ്ണി ഉണ്ടോ? ആട്ടാട്ടി. പൊന്നു ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പൊന്നു വീണ്ടും പോയി ഉറങ്ങാൻ കിടന്നു. ചീക്കു ഉറക്കം വരുന്നോ? ചീക്കു ഉറക്കത്തില്ല. വീണ്ടും ആ ഒരു ഗ്യാപ്പിൽ ലൈറ്റ് ഫുള്ള് വീണ്ടും ഒന്ന് ഡിമ്മായി. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഏതാടാ? ആകാശം കറുത്തു 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 ആണോ? ആ ചന്ദനമല്ല, ചന്ദ്രനെ കാണുന്നില്ല. ചന്ദ്രനല്ലേ ഉദ്ദേശിച്ചത്? ചന്ദ്രനെ കാണുന്നില്ല. ചന്ദ്രൻ എവിടെ പോയി? അങ്ങനെ നൈറ്റ് ആംബിയൻസിലേക്ക് വഴുതി വീഴുകയാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ ചീക്കുവിന് ചന്ദ്രനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.